സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു അതുല്യ നടന് ഇനിയും ഒരു സ്റ്റേറ്റ് അവാർഡിന് സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യം ആരെങ്കിലും ഇനി ഉന്നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഉത്തരവുണ്ട്. തീർച്ചയായിട്ടും കിട്ടും. ആ കിട്ടുന്ന സിനിമയാകട്ടെ മറ്റൊന്നുമായിരിക്കില്ല, ഒരൊറ്റ ആളുടെ സിനിമയായിരിക്കും. അത് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയായിരിക്കും. സുഹൃത്തുക്കളെ, അടൂർ ഗോപാലകൃഷ്ണനുമായിട്ട് നമ്മുടെ മമ്മൂക്ക വീണ്ടും ഒന്നു ചേരാൻ പോകുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം, അടൂർ ഗോപാലകൃഷ്ണൻ എപ്പോഴൊക്കെയാണോ മമ്മൂട്ടിയുമായിട്ട് ഒത്തുചേർന്നിട്ടുള്ളത് അപ്പോഴൊക്കെ മമ്മൂട്ടിക്ക് അവാർഡുകൾ വാരിക്കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ പറയുകയാണെങ്കിൽ മമ്മൂട്ടി അടൂരുമായിട്ട് ഒന്നിക്കുന്ന 4ാമത്തെ ചിത്രമായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇനി അടൂരിന് എന്ത് സാധിക്കും എന്നുള്ളൊരു പല ചോദ്യങ്ങളൊക്കെ പല ആൾക്കാരും ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിലെ ജാതി ചിന്തകളൊക്കെ അദ്ദേഹം ഇപ്പോഴും പുലർത്തി പോകുന്നൊരു മനുഷ്യനാണ്. ആ ജാതി ചിന്ത ഒന്നും മാറിയിട്ടില്ല എന്ന രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ വന്നിരുന്നു. അതിന്റെ കാരണമുണ്ട്. കൃത്യമായിട്ട് അദ്ദേഹം ഒരു പ്രസംഗത്തിനിടയ്ക്ക് ഈ താഴ്ന്ന ജാതിക്കാർക്ക് സിനിമ നിർമ്മിക്കാൻ വേണ്ടി പൈസ കൊടുക്കുമ്പോൾ, സിനിമ സംവിധാനം ചെയ്യാനും മറ്റവിടെ പണം കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും അതിന് അവർക്ക് പരിശീലനം കൊടുത്തു മാത്രമാണ് ഈ താഴ്ന്ന ജാതിക്കാർക്ക് സിനിമ നിർമ്മിക്കാനുള്ള ഒരു അവകാശം കൊടുക്കാൻ പാടുകയുള്ളൂ എന്നുള്ള വർത്തമാനം ഇദ്ദേഹം പറഞ്ഞായിരുന്നു. താഴ്ന്ന ജാതിക്കാർക്ക് മാത്രമാണ് വിവരമില്ലാത്തത്, അല്ലെങ്കിൽ അവരുടെ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അവർക്ക് പഠനം അല്ലെങ്കിൽ അവരെ വേറെ പഠിപ്പിക്കണം എന്നുള്ള സംഗതി എന്താണ് മറ്റു ആൾക്കാരെ കുറിച്ച് അങ്ങനെ പറയാത്തത് എന്ന രീതിയിലൊക്കെ വർത്തമാനങ്ങളായിരുന്നു വന്നിരുന്നത്. എന്തായാലും 1987 ആദ്യമായിട്ട് മമ്മൂട്ടി നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനുമായിട്ട് ചേരുന്നത്. അന്ന് ഇറങ്ങിയത് അനന്തരം എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. പിന്നീട് അടൂരും മമ്മൂട്ടിയും പിന്നെ തുടർന്ന് യോജിച്ച അല്ലെങ്കിൽ തുടർന്ന് അവര് പങ്കെടുത്ത സിനിമകൾ എന്ന് പറയുന്നത് വിധേയനും മതിലുകളുമാണ്. വിധേയൻ, മതിലുകൾ, ഈ 2 സിനിമകളെ കുറിച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കാൻ വേണം. വിധേയൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മമ്മൂട്ടി ആരാധകര് കണ്ടിരിക്കണമെന്നൊക്കെ ഞാൻ വാശി പിടിക്കുന്ന സിനിമകളൊന്ന് അതൊന്ന് വിധേയനായിരിക്കും. കണ്ടിരിക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ അത് എത്രത്തോളം സാധിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് വലിയ സംശയമുണ്ട്. പക്ഷേ സിനിമയെ സ്നേഹിക്കുന്ന ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ അഭിനയ ശേഷിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും വിധേയൻ കണ്ടിരിക്കണം. 2 തരത്തിൽ വിധേയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഒരു വലിയ ജന്മിയാണ്. എന്നാൽ ആ ജന്മിത്വം ഏകദേശം അവസാനിക്കാറായ ഒരു കാലഘട്ടത്തിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. ആ ജന്മിത്വം ഏകദേശം അവസാനിക്കാറായിരിക്കുന്നു എന്നതിന്റെ സൂചനയായിട്ട് ഒരു കൈ തകർന്ന ഒരു കസേരയിലാണ് നമ്മുടെ മമ്മൂട്ടിയുടെ അതിലെ ഭാസ്കർ പട്ടേൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇരിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ വിധേയനായിട്ടുള്ള ഒരു മനുഷ്യനും കൂടിയുണ്ട്. പക്ഷേ അവസാനം ജന്മിയായിട്ടുള്ള ഈ ഒരു മനുഷ്യൻ പിന്നീട് ഈ സിനിമ അവസാനിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വിധേയനായിട്ട് മാറുന്ന ഒരവസ്ഥ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കൊല്ലപ്പെടുന്ന ഒരു സിനിമയാണ് മമ്മൂക്ക. ഈ ഒരു സിനിമയിൽ അവസാനം കൊല്ലപ്പെടുന്നുണ്ട്, വെടിയേറ്റ് കൊല്ലപ്പെടുന്നുണ്ട്. അത് ആഘോഷിക്കുന്നുണ്ട്. അതിലത്തെ മമ്മൂക്കയുടെ ഒപ്പം നടക്കുന്ന, അതായത് ഭാസ്കർ പട്ടേലിന്റെ ഒപ്പം നടക്കുന്ന അനുചരൻ ആ ഒരു മരണത്തെ ആഘോഷിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. വേറെ സിനിമ മതിലുകൾ എന്ന് പറയുന്ന സിനിമയാണ്. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥ. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നത് ഭയങ്കര ബോറായിരിക്കും. മതിലിനപ്പുറം ഇപ്പുറം നിന്ന് പ്രണയിക്കുകയും ഒരു കാരണവശാൽ ആ പ്രണയം ഒന്നു ചേരാതിരിക്കുകയും അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ആ ഒന്നു ചേരാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിങ്ങലും തേങ്ങലും ഒക്കെയാണ് ആ ഒരു സിനിമയുടെ ആകെ തുക. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ അവസാനിച്ച ശേഷം MT വാസുദേവൻ നായർ, നമ്മുടെ കഥാകാരനായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീർ മമ്മൂക്കയോട് പറഞ്ഞ് നിന്നേക്കുള്ള സൗന്ദര്യം എനിക്ക് തന്നെയാണ്. അത് ശരിയാണ് കേട്ടോ. ആ സിനിമ കണ്ട ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു കഥ വായിച്ച ആളുകൾക്ക് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അതിലത്തെ നായകന്റെ സൗന്ദര്യം മമ്മൂട്ടിയുടെ സൗന്ദര്യമായിട്ട് താരതമ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇങ്ങനെയുള്ള ഒരു 3 സിനിമകളാണ് നമ്മുടെ മുമ്പിലേക്ക് അടൂർ ഗോപാലകൃഷ്ണൻ തന്നിട്ടുള്ളത് മമ്മൂട്ടിയുടേതായിട്ട്. അതിൽ അവാർഡ് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ 2 സിനിമകളിൽ. എന്തായാലും ഇതാ മമ്മൂട്ടി വീണ്ടും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കൊമ്പ് കോർക്കല്ല, ഒപ്പിടാൻ പോകുന്നു. അത് മമ്മൂട്ടി കമ്പനിയാണ് ഒരു സിനിമ നിർമ്മിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ, മമ്മൂട്ടി കമ്പനി ഒരു സിനിമ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് പക്ക മമ്മൂട്ടിയുടെ ഇഷ്ടമാണ്. ഈ അടുത്ത കാലത്ത് ദുൽഖർ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: മമ്മൂക്ക പണ്ട് ഒരുപാട് സിനിമകൾ ചവറ് പോലെ ചെയ്തു വിട്ടിരുന്നു. കാരണം അദ്ദേഹത്തിന് പണത്തിൻ്റെ ആവശ്യമുണ്ട്. പെങ്ങളെ കല്യാണം കഴിച്ച് അയക്കാനുണ്ട്, ഒരു മകളെ കല്യാണം കഴിച്ച് അയക്കാനുണ്ട്. ഇങ്ങനത്തെ കുറേ ചുമതലകളുള്ള ഒരു അച്ഛനായതുകൊണ്ട് ഒരുപാട് പണം സമ്പാദിക്കേണ്ട ഒരു ആവശ്യം വന്നിരുന്നു. പിന്നീട് പണം സമ്പാദിച്ച് ഈ മനുഷ്യൻ മകനോട് പറഞ്ഞത്ര നിനക്ക് അങ്ങനെ വേണ്ട, നിനക്ക് ഇഷ്ടമുള്ള സിനിമകൾ
ഏറ്റവും നല്ല സിനിമകൾ, നല്ല കഥകൾ മാത്രം നീ ചെയ്താൽ മതി എന്ന് പറയുന്നൊരു വർത്തമാനം കൂടി ഒരിക്കൽ മമ്മൂട്ടി ഇദ്ദേഹത്തിനോട്, നമ്മുടെ ദുൽഖറിനോട് പറഞ്ഞിരുന്നത്രേ. അങ്ങനെയുള്ളൊരു മമ്മൂട്ടി ഇപ്പോൾ അങ്ങനത്തെ ചുമതലകളൊന്നും ഇനി മമ്മൂട്ടിക്ക് ചെയ്യാനില്ല. മകളെ കല്യാണം കഴിഞ്ഞു, പെങ്ങളെ കല്യാണം കഴിഞ്ഞു, മകൻ്റെ കല്യാണം കഴിഞ്ഞു, ഇനി മകൻ്റെ മകൾ വളർന്നു വലുതായി വരുന്നുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമൊന്നും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് സിനിമ ചെയ്യുമ്പോൾ അത് നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുക, തൻ്റെ കാഴ്ചക്കാർക്ക് വേണ്ടി ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കുന്ന ഒരു ഗംഭീര നടനുണ്ട്. ആ നടന് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന, സംതൃപ്തി ഉണ്ടാക്കുന്ന കഥകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മമ്മൂട്ടി കമ്പനിയുടെ ലക്ഷ്യം എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന സിനിമയായിട്ട് ഇനി അടൂർ ഗോപാലകൃഷ്ണനുമായിട്ട് ഇനി ഒന്നു ചേർന്ന് നമ്മൾ വിളിക്കാത്താൻ പോകുന്ന സിനിമയെ നമുക്ക് കരുതേണ്ടി വരും. അത് മമ്മൂട്ടിയുടെ താല്പര്യമാണ്, അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ഒന്ന് അഭിനയിച്ച് കളയാം, നല്ല രസകരമായിട്ടൊരു അഭിനയ പാഠമുള്ളൊരു സിനിമയിൽ ഒന്ന് കാലുകുത്തി കളയാം എന്ന തോന്നലിൻ്റെ ഭാഗമായിട്ട് മമ്മൂട്ടി ചെയ്യുന്ന സിനിമയായിരിക്കണം. തോന്നലുകളാണ്, അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ. ബൈ.